പറഞ്ഞോളൂ CP ജോൺ. അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അദ്ദേഹം ഏതാ ചോദിച്ചതെന്ന് പറഞ്ഞ് ഞാൻ പറയാം. 11.1% കൂട്ടിക്കൊണ്ട് 11,11,111 crore rupees 325 ഒന്നുകൾ ഒരുമിച്ചിട്ടാൽ ഇൻഫ്രാസ്ട്രക്ചർ ആണോ അതോ മൂലധന ചെലവാണോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ CP ജോൺ 11% വർദ്ധിപ്പിച്ചത്? അല്ലല്ല, ചാപ്റ്റർ 61 അധ്യായം, അതായത് പാരഗ്രാഫ് 61 പേജ് നമ്പർ 17 ഇംഗ്ലീഷിൽ. അത് ഈ 47.6 എന്നുള്ള മൊത്തം ചെലവിൻ്റെ വലിയൊരു ശതമാനമാണല്ലോ വരിക. അത് ഞാനിപ്പോൾ ആർഗ്യൂ ചെയ്യല്ല, ഹൗ ഈസ് ഇറ്റ് പോസിബിൾ എന്ന് ചോദിക്കുക. അതൊരു കൗതുക, നമ്മൾ ഈ വണ്ടിയുടെയൊക്കെ നമ്പർ ഒരു കൗതുക നമ്പറാണ്. ബജറ്റിൽ പ്രസംഗത്തിലുണ്ട്. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ പുഷ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു നേട്ടമാണ്, അല്ലെങ്കിൽ അംഗീകരിക്കാവുന്ന ഒരു ആസ്പെക്ട് ആണ്. പക്ഷെ അത് 11 ലക്ഷം കോടി പോകില്ല എന്ന് പറയുമ്പോൾ തന്നെ താങ്കൾക്ക് അറിയാമല്ലോ, അത് 3 ലക്ഷം കോടിയോ മറ്റോ ആണെന്നാണ് എൻ്റെ വായിച്ച ഒരു ഓർമ്മ. 1.5 ലക്ഷം കോടി 3 ലക്ഷം കോടി കടവാണ്. 1.5 ലക്ഷം കോടി അപ്രോക്സിമേറ്റ്ലി റെയിൽവേ. അല്ല, അത് പ്രശ്നമല്ല, കടമൊന്നും വിഷയമല്ല. അതിപ്പോ ഒരു മസാല ബോണ്ട് എടുത്തതാണ്, അതൊന്നും വിഷയമല്ല. എൻ്റെ പോയിന്റ് ഔട്ട്ലേ ആണ്. ഔട്ട്ലേയിൽ ഒരു 5 ലക്ഷം കോടിയിലധികം വരാൻ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. പക്ഷെ അത് എങ്ങനെയാണ് 11 lakh crore ആവുന്നത്? അത് ബജറ്റ് പ്രസംഗത്തിലെ അനോമലി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഷുഡ് ബി എക്സ്പ്ലെയിൻഡ് ബൈ സംബഡി. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യം വരുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിലൂടെ വളർച്ച വന്നിട്ടില്ല എന്ന് നമ്മൾ പറയുന്നില്ല. എന്തായാലും ഗഡ്കരിയുടെ ഒരു സംഭാവനകൾ നമ്മൾ അടിവരയിട്ട് തന്നെ, ഗഡ്കരിക്ക് മാത്രമായ ഒരു സംഭാവന ഉണ്ടാവുമോ? പ്രത്യേകിച്ച് റോഡിന്റെ കാര്യത്തിലുള്ള അല്ല, തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഗഡ്കരിയുടെ മുഖത്തൊന്നും ആരും ഫോക്കസ്, ഗഡ്കരിയുടെ മുഖത്തേക്ക് ബജറ്റ് അവതരിപ്പിക്കുമ്പോഴോ മറ്റ് സമയത്തോ ഒന്നും ക്യാമറ ഫോക്കസ് ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ഞങ്ങളെപ്പോലുള്ള MP-മാർ അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരു ചോദ്യം കൂടി, അല്ല ജോണേ, എൻ്റെ ഫ്രണ്ടായതുകൊണ്ടോ അല്ലാത്തത് കൊണ്ടോ അല്ല, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സംഭാവനകളെ നമ്മൾ വിലമതിക്കണം. ഞാൻ ഒരു ചോദ്യം ജോണെ ഈ അലമ്പാക്കാനുള്ള പരിപാടിയാണ് ജോണ്. അതായത് ഈ ബജറ്റിൽ എനിക്ക് ജയേന്ദ്രൻ മാഷിന്റെ ഒരു വിദഗ്ധ അഭിപ്രായം ഞാൻ ഒരു 2 വരി വായിക്കാം. അതായത് ഇതിൻ്റെ അകത്ത് the government will form a high-powered committee for an extensive consideration of the challenges arising from fast population growth and demographic changes. The committee will be mandated to make recommendations for addressing these challenges. ഇതെന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, സാമ്പത്തിക ബന്ധങ്ങൾ പൊളിച്ചെഴുതണോ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ റിസോഴ്സസ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യമോ, ഇത് സംബന്ധിച്ചുള്ള പരാതികളോ. പക്ഷേ ഇവിടെ ഈ ജനസംഖ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു ബജറ്റ് സ്പീച്ചിൽ വന്ന് കടന്നു പോയിട്ടുണ്ട്. ഞാനത് വീണ്ടും ചോദിക്കാനുള്ള കാരണം നികേഷേ, മുൻകാലങ്ങളിൽ BJP മുസ്ലിം ജനസംഖ്യയുടെ വർധനവിനെക്കുറിച്ച് ഒരുപാട് പ്രചരണങ്ങൾ നടത്തി. രാജ്യസഭയിൽ ഇവർ സ്വകാര്യ ബില്ല് തന്നെ കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ വർധനവിനേക്കാൾ എത്രയോ കൂടുതലാണ് ഉത്തർപ്രദേശിലെ ഹിന്ദു ജനസംഖ്യ വർധനവ്. അതുകൊണ്ട് സാക്ഷരതയും വിദ്യാഭ്യാസവും ആരോഗ്യം കൊടുത്താൽ ഇത് റീപ്ലേസ്മെൻറ്റ് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്നുള്ള എല്ലാവർക്കും അറിയാം. ഇവർ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് എന്താണ് ഈ ജയേന്ദ്രൻ മാഷ് ഉദ്ദേശിക്കുന്നത്? ഈ ബജറ്റിൻ്റെ ഇടയിൽ തിരുകിയിട്ടുള്ള ഈ വാചകത്തിൻ്റെ കോൺസിക്വൻസസ് എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ്? അതെയോ ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടി എന്തെങ്കിലും കൊയേഴ്സീവ് സ്റ്റെപ്സ്, നിർബന്ധിതമായിട്ടുള്ള നടപടികൾ കൊണ്ടുവരികയാണ്?
എന്താണ് ഇവർ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? ഒരുപക്ഷെ ഈ ബജറ്റ് ഫിഗേഴ്സിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരുപാട് ആശങ്കകളുടെ അപ്പുറത്ത് ഒരുപക്ഷെ പല സംശയങ്ങളും ജനിപ്പിക്കുന്ന 2-3 വരികളാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. പിന്നീട് ജോൺ പറഞ്ഞതുപോലെ ഇത് നയപ്രഖ്യാപനമാണെങ്കിലും ബജറ്റാണെങ്കിലും അയോധ്യ ഇല്ലാത്തൊരു കച്ചവടം BJPക്കില്ല. ഈ ബജറ്റിലും അയോധ്യയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി ഞാൻ ഈ കേരളത്തെക്കുറിച്ച് വീണ്ടും പറയാൻ കാരണം അതെ വേറൊന്നും കൊണ്ടല്ല, ഒരു ചെറിയൊരു കാര്യം പറയാം. അപ്പോൾ ഇപ്പൊ ഒരു ചെറിയൊരു കാര്യം ഞാൻ ജോണെ ഒരു ചെറിയ, അതായത് തിരുവനന്തപുരമാണല്ലോ യഥാർത്ഥത്തിൽ BJP വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമെന്ന് അവർ പറയുന്നത്, പലരെയും കൊണ്ടുവരാൻ വേണ്ടി. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതി ഞാൻ പറയാം. അത് കൊച്ചുവേളിയുടെ ഈ പറഞ്ഞ കൊച്ചിൻ ടെർമിനലിൻ്റെ വികസനം എത്രയോ പതിറ്റാണ്ടായിട്ട് ഇഴഞ്ഞ് നീങ്ങുകയാണ്. അതിൻ്റെ മൊത്തം പദ്ധതി ചെലവ് 47 കോടി രൂപയാണ്. അല്ല എന്താ കാരണം അറിയോ? അതായത് ഈ BJP ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ തട്ടിപ്പെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ടുള്ള റെയിൽവേ ബജറ്റിന്റെ ഈ ബജറ്റിലേക്ക് ലയിപ്പിച്ചിട്ട് ഒരു കൺകെട്ട് വിദ്യ ഇവർ ആരംഭിച്ചു. ഇപ്പോൾ കൊച്ചുവേളി പ്രോജക്റ്റിൽ 47 കോടി രൂപയുടെ പദ്ധതി ഇഴഞ്ഞ് നീക്കി ഇതുവരെ 25 കോടി രൂപ ചെലവഴിച്ചു. ഈ ബജറ്റിൽ എത്രയെന്നറിയോ അവർ വകയിരുത്തിയിരിക്കുന്നത്? 1000 രൂപ.